ഒരു ട്രേഡർ എപ്പോഴും സക്സസ്ഫുൾ ട്രേഡർ ആകുക എന്ന് പറയുന്നത് അയാളുടെ റിസ്കിനെ മാനേജ് ചെയ്യുമ്പോഴത്തേക്കാണ്. അതായത് ലെറ്റ്സ് സേ ഒരു ട്രേഡിൽ ഒരു 2% റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ട്രേഡിൽ 2% എടുക്കേണ്ട വരത്തില്ല. ചിലപ്പോൾ 1 ആകാം, 0.5 ആകാം, ചിലപ്പോൾ 0.25 ആകാം. ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ദിസ് ഈസ് മീ ആരൻ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. അപ്പോൾ ലാസ്റ്റ് ദിവസം നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടില്ലായിരുന്നു. വെൽ ലെറ്റ്സ് സേ മിഡ് ക്യാപ്പിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഗോൾഡിൽ കമ്മ്യൂണിറ്റി മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ലൈവിൽ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 വരെ നമ്മൾ ഒരുമിച്ചിരുന്ന് ട്രേഡ് മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്നു, ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ. സോ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ലാസ്റ്റ് വീക്ക് എന്നുള്ളത്. വെൽ മൈറ്റ് ബി ഈ ഒരു ഫോള് വീണിട്ടുള്ളതെന്ന് പറയുക ലാസ്റ്റ് നമുക്ക് ഈ വരുന്ന 23-ാം തീയതി വരുന്ന ബഡ്ജറ്റിന്റെ ഫിയർ കൊണ്ടാകാം. കുറേ അധികം കാര്യങ്ങൾ അവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. എന്നാലും നാളെ നമുക്ക് എന്തായിരിക്കാം മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം. നിഫ്റ്റി നമുക്ക് ഓൾമോസ്റ്റ് നല്ലൊരു ഫോള് തന്നു നിൽക്കുകയാണ്. ഡെഫിനറ്റ്ലി ഇതൊരു ലോവർ ഹൈ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് എന്നാൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നാളെ കണ്ടറിയാം. ഓപ്പൺലി പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ആണ് വ്യൂ. എന്നാൽ ചെറിയൊരു സൈഡിലോട്ട് വേറൊരു സൈഡിലോട്ട് നമുക്ക് മാർക്കറ്റിനെ നോക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു റേഞ്ച് ആയിട്ടുള്ള 24,500 ബിലോ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് വേറൊരു സൈഡിലോട്ട് പോകാം. 2% റിസ്ക് എടുക്കണമെന്ന് ഞാൻ പറയുകയില്ല, നമുക്ക് 1% എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവിൽ വരിക, ഞാൻ ഉണ്ടാകും അവിടെ. ഓക്കെ, സോ നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് ഈ ഒരു രീതി കൺസിഡർ ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് 24,500 ബിലോ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫോള് കാണാനും അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം നിഫ്റ്റി ബാങ്ക് എങ്ങനെയുണ്ട്, ഇല്ലേ അത് എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലെറ്റ്സ് സീ. റൈറ്റ്, സി ഹിയർ നിഫ്റ്റി ബാങ്കും ഓൾമോസ്റ്റ് ഇത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു സൈഡിനെ റിജ് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാളെ നമുക്കൊരു ബ്രേക്ക് ഡൗൺ ഈ ഒരു റേഞ്ചിന് താഴെ 52,187 താഴെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ വേറെ സൈഡിലോട്ട് വ്യൂ കൊടുക്കാം. അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. പോസിറ്റീവ് കോറിലേഷൻ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റി ആൻഡ് ഓൾസോ മിഡ് ക്യാപ്പ് നമുക്ക് ഈ 4 നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബെയറിഷിലോട്ട് നമുക്ക് നല്ലൊരു വ്യൂ കൊടുക്കാവുന്നതാണ്. ഫിൻ നിഫ്റ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫിൻ നിഫ്റ്റി സെയിം ആണ്, ഓൾമോസ്റ്റ് നിഫ്റ്റി ബാങ്ക് പോലെ തന്നെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് സെർട്ടൻ ലെവലിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു ഫോള് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എടുത്തു പറയാനായിട്ടാണെങ്കിൽ 25,760 ബിലോ 24,760 ബിലോ ഫിൻ നിഫ്റ്റി പോവുകയാണെങ്കിൽ വേറെ സൈഡോട്ട് നമുക്ക് എടുക്കാം. പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടെങ്കിലും നമുക്കൊരു 1%-നകത്ത് നിൽക്കുന്നത് നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് നോക്കാം അല്ലേ. സോ ആ റേഞ്ചിലൂടെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. നമുക്ക് അടുത്തത് മിഡ് ക്യാപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമുക്ക് ബുള്ളിഷ് അത്ര വലുതായിട്ടില്ല കേട്ടോ. നാളെ ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ആകാം. എന്താണെങ്കിലും നമ്മൾ ബെയറി സൈഡിലോട്ട് ഇച്ചിരുന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാം. ലാസ്റ്റ് ഡേ നമ്മൾ മിഡ് ക്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ട്രേഡ് ആയിരുന്നു. ഓൾമോസ്റ്റ് ലൈക്ക് 1:4.28 നമുക്ക് ഗ്രാബ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഈ നാളെ നോക്കുകയാണെങ്കിൽ 12,167 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ ഇന്നലത്തെ ദിവസത്തെ ലോയ്ക്ക് താഴെ പോവുകയാണെങ്കിൽ നമുക്ക് ബെയറിഷ് വ്യൂ കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ 4 സ്ക്രിപ്റ്റുകളിലും നമ്മൾ ബുള്ളി സൈഡിലോട്ട് ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുന്നത് ഡെഫിനറ്റ്ലി നല്ലതായിരിക്കും. സോ അടുത്തത് നമുക്ക് 2 സ്റ്റോക്കുകൾ ചെക്ക് ചെയ്ത് നോക്കാം. ബട്ട് അത് പോസിറ്റീവ് കോറിലേഷൻ കിട്ടുന്നില്ല. SBIയും SBI ലൈഫും ആണ്. അതൊരു സെർട്ടൻ ലെവൽ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് SBI ഒന്ന് കാണിച്ചു തരാം. ആ SBIയുടെ സെർട്ടൻ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊരു ബുള്ളി സൈഡിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അവിടെയാണെങ്കിലും 1% മാത്രം എടുക്കാം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ SBIയും ബാക്കിയുള്ള നമ്മുടെ ഇൻഡെക്സിലായിട്ടുള്ള നിഫ്റ്റി ബാങ്കും തമ്മിൽ നമുക്ക് ഒരു പുഷും തരുന്നില്ല. ഒരു പോസിറ്റീവ് കോറിലേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കോഷ്യസ് ആയിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ 1% മാത്രം റിസ്ക് എടുത്തിട്ട് നമുക്ക് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ് ബുള്ളി സൈഡിലോട്ട്. ഈ ഒരു സെർട്ടൻ ലെവൽ ഓൾമോസ്റ്റ് 895 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നാളെ ഒരു ബുള്ളി സൈഡിലോട്ട് എൻട്രി എടുക്കാം. മറക്കരുത് 1% മാക്സിമം റിസ്ക് എടുക്കാവുള്ളൂ. സെക്കൻഡ് വൺ SBI ലൈഫ്. റൈറ്റ്, ഓൾമോസ്റ്റ് ഈ സെയിം സിറ്റുവേഷൻ തന്നെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അത് ആ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് 1665 മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ബുള്ളി സൈഡ് എടുക്കാം. ഇതും 1% മാത്രം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി കമ്മ്യൂണിറ്റി മാർക്കറ്റിൽ പോയാലോ, അതായത് ക്രൂഡ് ഓയിലും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്രൂഡ് ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഫോള് തന്നിട്ടാണ് കറലി നിൽക്കുന്നത്. എന്നാലും അത് ഇനിയും വീഴാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോള് കഴിഞ്ഞിട്ട് അതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ബ്രേക്ക് ഡൗൺ ചെയ്ത് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി അത് വീഴാനായിട്ട് ചാൻസ് ഇല്ലേ, പ്രോബിലിറ്റി ഇല്ലേ. ഈ ഒരു നല്ലൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ആണ് ഈ കാണുന്നത്. ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഈ ഒരു ഹ്യൂജ് ക്യാനിൽ നിൽക്കുകയാണ്. സോ മൈറ്റ് ബി നാളെ നമുക്കിത് ഇച്ചിരി നേരം ഒന്ന് മുന്നോട്ട് പോയിട്ട് ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ ഒരു സെർട്ടൻ ലോ, അതായത് ഇപ്പോൾ ഫോം ആക്കിയിട്ടുള്ള ഈ ഒരു ലോ 78.58 ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആശാനെ പിന്നെ ഒരു
73-74 റേഞ്ചിലോട്ട് താഴത്തേക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നല്ലൊരു ട്രേഡ് നമുക്ക് അവിടെ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി നമ്മൾ ന്യൂട്രൽ വ്യൂ കീപ്പ് ചെയ്യുക. വേറെ സൈഡിലോട്ട് നോക്കാം. ബഡ്ജറ്റിന്റെ ഫിയർ മാർക്കറ്റ് നല്ല രീതിയിലുണ്ട്. നമുക്ക് നോക്കി നോക്കാം. നാളെ മാർക്കറ്റ് ഓപ്പൺ ആകട്ടെ, ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ആകാം, ഗ്യാപ്പ് ഡൗൺ ആകാം. എന്താണെങ്കിലും നമുക്ക് കോഷ്യസ് ആയിട്ട് സമാധാനത്തിൽ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷന്റെ ബേസിസിൽ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, നാളെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് ട്രേഡ് മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ലൈവിൽ കാണാം.